നമസ്കാരം. ഇറാനെ കത്തിക്കാൻ ട്രംപ്. ഇറാന് അമേരിക്കയുടെ അവസാന മുന്നറിയിപ്പ്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധകാഹളം മുഴങ്ങുന്നതിനിടെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നു. ട്രംപ് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഇറാനെ തകർക്കാനല്ല, മറിച്ച് ഒരു മഹാകരാറിൽ എത്തിക്കുവാനാണ് തന്റെ ശ്രമമെന്നാണ് US പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ആണവ കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുവാൻ ഇറാന് സമയപരിധി നൽകുകയാണ്. 1 മാസത്തെ സമയം. ആ 1 മാസത്തെ സമയത്തിനുള്ളിൽ ആണവ കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുവാൻ ഇറാൻ തയ്യാറാവുക. ഇല്ല എന്നുണ്ടെങ്കിൽ ചാരമായി തീരുവാൻ നിങ്ങൾ സഹകരിക്കുക. ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. നിശ്ചിതമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ഇറാൻ തീരുമാനമെടുത്തില്ല എങ്കിൽ ഇറാനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയുള്ള ട്രംപിന്റെ ഈ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു കാഹളം മുഴക്കലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് തന്റെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻപ് കരാറിന് ഇറാൻ വഴങ്ങാതെ വന്നതോടെയാണ് ആക്രമിക്കേണ്ടി വന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അതിനകത്തുണ്ട്. എന്നാൽ ഇത്തവണ ഇറാൻ കുറെ കൂടി പ്രായോഗികമായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. യുദ്ധത്തിനോ ഭരണമാറ്റത്തിനോ തനിക്ക് താല്പര്യമില്ല എന്നും, എന്നാൽ ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിലപാടാണ് തനിക്കുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ ഉറച്ച ഒരു നിലപാടിലേക്ക് എത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആണവായുധം അല്ലെങ്കിൽ ആണവ കരാറുകൾ വളരെ കൃത്യമായി പാലിക്കുക, ആണവ കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുവാൻ ഇറാൻ തയ്യാറാകുക. ഇല്ല എന്നുണ്ടെങ്കിൽ യുദ്ധം ഉറപ്പാകും, ഇറാനെ ചാരമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് സൂചനകൾ നൽകുന്നത് ട്രംപ്. മുമ്പും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതേ ആണവ കരാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇറാൻ സഹകരിക്കാതിരുന്ന കാലഘട്ടത്തിൽ ആക്രമിക്കേണ്ടി വന്നിരുന്നു എന്നുള്ള സൂചന നൽകുന്നത് ഇനിയും അത്തരത്തിൽ ഇറാൻ ഈ ആണവ കരാറുകളുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുമ്പ് നടന്നതിനേക്കാൾ ഏറെ ഭീകരമായിട്ടൊരു സാഹചര്യം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ സൂചനകൾ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത് വളരെ പ്രായോഗികമായിട്ട്, ചിലപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുവാൻ ഇറാൻ ഇപ്പോൾ തയ്യാറായേക്കുമെന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷെ അതല്ല, യുദ്ധക്കൊതിയനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള തന്ത്രമാണ് മെനയുന്നത്. ആ തന്ത്രത്തിൽ ഇറാനെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ആണവായുധ കരാറുകൾ ലംഘിക്കപ്പെടുന്ന തരത്തിലേക്ക് ഇറാൻ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇറാനെ അടുത്ത നിമിഷം തകർക്കുക എന്നൊരു കൃത്യമായ ലക്ഷ്യത്തോടുകൂടി, ഒരു അജണ്ടയോടുകൂടി മുന്നോട്ട് പോവുകയാണ് ട്രംപ്. ആണവ കരാറിനപ്പുറം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലും നിയന്ത്രണം വേണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷ മുൻനിർത്തി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രോക്സി ഭീകര സംഘടനകൾക്ക് ഇറാൻ നൽകി വരുന്ന പിന്തുണയും അവസാനിപ്പിക്കുവാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ട്രംപിനോട് നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇറാനുമായിട്ടുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലേക്ക് 2ാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി വിന്യസിക്കുവാൻ പെന്റഗൺ തയ്യാറെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങോട്ട് വേറൊരു പുതിയ വിമാനവാഹിനി കപ്പൽ കൂടി എത്തിച്ചിരിക്കുന്നു. 3 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ 2ാമത്തെ വിമാനവാഹിനി കപ്പൽ പുറപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഉത്തരവ് ട്രംപ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിൽ കൂടിയും നിലവിൽ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുക്കലേക്ക് തന്നെയാണ് 2ാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി അവിടേക്ക് എത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ യുദ്ധത്തിന്റെ സാഹചര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ അതിന് മുൻകൂട്ടിയുള്ള ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടുള്ള യാത്ര, ഇതൊക്കെയാണ് ഇപ്പോൾ ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ഗാസ അന്താരാഷ്ട്ര സമാധാന ബോർഡിൽ അംഗമായിട്ടുള്ള നെതന്യാഹു ഒപ്പുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗാസ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളും നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, സമാധാന ബോർഡിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുക്കുവാൻ അടുത്തയാഴ്ച നെതന്യാഹു വീണ്ടും അമേരിക്കയിലേക്ക് എത്തുകയും ചെയ്യും. ഇതൊക്കെ മറ്റൊരു സൂചനയാണ് നൽകുന്നത്. അതായത് ഇറാനോട് ഇസ്രായേലിനുള്ള ഒരു വൈരാഗ്യം എന്ന് പറയപ്പെടുന്നത്, വെറുപ്പ് എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ പക എന്ന് പറയപ്പെടുന്നത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതിലൂടെ. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം. എന്നാൽ ഇറാന്റെ കൈകളിലുള്ള ബാലിസ്റ്റിക് മിസൈൽ അടക്കം വളരെ കൃത്യമായിട്ട് ഇസ്രായേലിനെ ഉപയോഗിക്കുവാൻ ഇറാൻ ഒരു മടിയും കാണിക്കില്ല. ഏത് നിമിഷം വേണമെങ്കിലും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ
അമേരിക്കയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ കൂടിയും അത്തരത്തിൽ ഒരു ആക്രമണ സാധ്യത ഉണ്ടായാൽ ആദ്യത്തെ അടി വീഴുന്നത് നെതന്യാഹുവിനായിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു അമേരിക്കയുമായി ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത്. 13 മാസത്തിനിടയിൽ 7 വട്ടമാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് എത്തുന്നതും ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. ഇപ്പോൾ രണ്ടാമത് അധികാരത്തിലെത്തി അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമത് അധികാരത്തിലേക്ക് എത്തുന്ന ട്രംപിനെ കാണാനെത്തുന്ന 7ാമത്തെ വട്ടം. ആകെ 13 മാസമേ ആയിട്ടുള്ളൂ ട്രംപ് അധികാരത്തിലേക്ക് തിരികെ എത്തിയിട്ട്. അപ്പോൾ ഇത്രത്തോളം അടുപ്പം കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഉണ്ടാക്കിയെടുക്കുന്നത്? അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നടക്കട്ടെ, ആ യുദ്ധത്തിൽ ഇറാനെ ചാരമാക്കട്ടെ, അല്ലെങ്കിൽ ഇറാൻ ഇല്ലാതാകട്ടെ, ഇറാനെ തകർത്ത് കളയട്ടെ എന്നൊരു ലക്ഷ്യം നെതന്യാഹുവിനുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന പോലെ 1 മാസത്തെ ആണവ കരാർ വ്യവസ്ഥകൾ പാലിക്കുവാൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അങ്ങനെ അന്ത്യശാസനം നൽകുമ്പോൾ ആ അന്ത്യശാസനം എന്ന് പറയപ്പെടുന്ന 30 ദിവസത്തെ അന്ത്യശാസനമാണ്. ആ 30 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഇറാനെതിരെ സംഘടിതമായിട്ടുള്ള ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ട്രംപിന്റെ മനോഭാവം ഒന്നുകൂടി അളന്ന് മനസ്സിലാക്കുന്നതിനാണ് ഇസ്രായേൽ വീണ്ടും ഒരു ചർച്ച നടത്തിയതും. അതിനുശേഷം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ബെഞ്ചമിൻ നെതന്യാഹു, അമേരിക്ക ആക്രമിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന്. ഞങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങൾ കോപ്പ് കൂട്ടുകയാണെങ്കിൽ മിനുസപ്പെടുത്തി എടുക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ നെതന്യാഹു ഇറാനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്ന അവരുടെ തന്ത്രത്തെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. അതായത് നേരിട്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ്. അപ്പോൾ ഈ ദിവസങ്ങളിലെ ചർച്ചകൾ പോലും ഇറാനെതിരെ അമേരിക്കയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇറാന്റെ എല്ലാ യുദ്ധ കേന്ദ്രങ്ങളെയും അല്ലെങ്കിൽ അവരുടെ എല്ലാ ഇടങ്ങളിലേക്കും മിസൈലുകൾ പതിപ്പിക്കുക, ബോംബ് വർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി 2ാമത്തെ വിമാനവാഹിനി കപ്പലിനെയും ഇറാന്റെ തീരങ്ങളിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതിന് പിന്നിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു കടന്നുകയറ്റം കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ട്രംപ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ടാണ്. ഇറാൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നു. അമേരിക്കയുടെ അവസാന മുന്നറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ കരാർ വ്യവസ്ഥകൾ അംഗീകരിക്കുക, ഇറാൻ ഇല്ല എന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം എന്നുള്ളത് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനെ ഏത് തരത്തിലും കത്തിക്കാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം.